യെസ്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ പ്ലാന്റെ പ്രസക്തി നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഒരു സാധാരണ ഒരു എംപ്ലോയ്മെന്റിൽ നിന്ന് കയറി ഒരു ഓണ്ടർപ്രണർ ആകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഒരു ജോലിക്കാരിൽ നിന്ന് ഒരു സംരംഭകനാകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു സാധാരണ ലെവലിൽ നിന്ന് നമ്മുടെ ലൈഫില് എല്ലാവരും ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ. സാധാരണ ലെവലിൽ നിന്ന് നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് വളരാൻ പറ്റിയ ഒരു വലിയ അവസരമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു 28 വർഷത്തോളം ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്നു. അവിടെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഗസറ്റ് റാങ്കിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോ ഏതാണ്ട് 1 വർഷത്തോളമായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ പോണ വിഷയം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒന്ന് നിങ്ങളെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കുക. ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. എന്തെങ്കിലും സംശയം നമുക്ക് സെഷന് ശേഷം ലാസ്റ്റ് സംസാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സാധാരണ ഒരു എംപ്ലോയിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ടു ഒരു ഓണ്ടർപ്രണർ, ഒരു സംരംഭകനാകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി ടാസ്ക് അല്ല. സംരംഭകനായിട്ട് കുറെ കാര്യമുണ്ട്. ഒരു ഓഫീസ് അല്ലെങ്കിൽ ജോലിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു 10:00 to 5 അല്ലെങ്കിൽ 9:00 to 6 ആ ഒരു ടൈമൊക്കെ ആയിരിക്കും ഒരു വർക്ക് ചെയ്യാൻ. ഇവിടെ മറിച്ച് അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു സംരംഭകന് വേണ്ടത് അവനൊരു ഓണർഷിപ്പ് എടുക്കേണ്ടത് ആവശ്യമാണ്. സ്വന്തം എൻ്റെ ഒരു ബിസിനസ് ആണ്, ഞാനത് ഏറ്റെടുക്കണം. അപ്പൊ ഒരു ഓണർഷിപ്പ് എടുത്തുകൊണ്ട് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓണർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാൻ പറ്റിയ അവസരമാണ് ഓണ്ടർപ്രണർഷിപ്പ്. ലക്കിലി നമുക്ക് സാധാരണ എല്ലാ ബിസിനസ്സും നമുക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒക്കെ ചെയ്യേണ്ട സംഗതിയാണ്. ഇത് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് മിനിമം ആയിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഒരു വലിയ സംരംഭകനാകാൻ കിട്ടിയ അവസരമാണ്. ഇപ്പോ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ കഴിഞ്ഞ 6 വർഷമായിട്ട്, കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് വൈഫിന്റെ പേരിൽ തന്നെയായിരുന്നു, ഇപ്പോഴും വൈഫിന്റെ പേരിൽ തന്നെയാണ്, പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ 6 വർഷമായി. ഇപ്പൊ ഒരു പൂർണ്ണ സംരംഭകനായിട്ട് ഫുൾ ടൈം ആയിട്ട് ഒരു കരിയറായിട്ട് എടുത്തേക്കാണ്. ഇത് മറ്റൊന്നുമല്ല, ഇതൊരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 24ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വസന്തമാണ്. കാര്യം നമുക്ക് എല്ലാവരും തന്നെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് ഒരു ജോലി നേടാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തില് നമുക്കൊരു സംരംഭകനാകാനെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. ഞാൻ അങ്ങനെ ജോലി കിട്ടി, പ്രൊമോഷൻ കിട്ടി, ഗസറ്ററായി റിട്ടയർ ആയ ശേഷമാണ് ആ സമയത്ത് ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന്. അപ്പൊ നല്ലൊരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ പ്രിയപ്പെട്ട എന്റെ സ്പോൺസർ, എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു തന്ന എന്റെ പ്രിയപ്പെട്ട സ്പോൺസർ മിസ്റ്റർ ദിനേശ് നാരായണൻ ആൻഡ് ജിഷാദ് ബക്കർ, അവർക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഈ സമയത്ത്. കാര്യം അവരാണ് എനിക്ക് ഒരു ഓപ്പണിംഗ് കാണിച്ചത്. ഇത്ര വലിയൊരു അവസരമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്കറിയാം, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസാണ്. അവിടെ ഒരു 4 ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ ഹെഡായിരുന്നു. രസകരമായ ആ ജോലി ഞാൻ ചെയ്തു. അവിടെ ആ ഒരു പൊസിഷനെത്തൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന് കയറുന്ന ഒരു പ്രത്യേകതയാണ്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഒരു എംപ്ലോയിക്ക് ഒരു പരിധിയിൽ കൂടി വളരാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിൽ ആഗ്രഹമാണെങ്കിൽ നമുക്ക് വളരെ വലിയ രീതിയിൽ വളരണം, വലിയൊരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തണം. അതിന് ജോലി ഒരിക്കലും അനുഗ്രഹിക്കില്ല അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ഇരിക്കുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് ഈ മോദി കെയർ എന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന് കയറുന്നത്. ഈ കമ്പനി ഇവിടെ 29 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. നിരവധി പേര് വലിയ വരുമാനമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് പലരും തുടങ്ങിയ സമയത്ത് പലരും അത് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എനിക്കിത് കേൾക്കാൻ നേരമുണ്ടായില്ല. കാര്യം ഇവരാരും എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല. ഞാൻ ഇതിന്റെ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടു, ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് കൺവിക്ഷൻ കിട്ടി, കാര്യം ഇതൊരു നിസ്സാര ബിസിനസ് അല്ല, ഇത് എക്സ്ട്രാ ഓർഡിനറി ബിസിനസ് ആണ്. നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റുള്ള കമ്പനി പോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ഇവിടെ എക്സ്പീരിയൻസും വേണ്ടെന്ന് മനസ്സിലായി. കാര്യം
വിദ്യാഭ്യാസം ഇല്ലാത്ത നിരവധി പേര് ഹയർ ലെവൽ ഇൻകം വാങ്ങിക്കുന്നത് ഞാൻ കണ്ടു. ഹൈലി ക്വാളിഫൈഡ് ആൾക്കാര് അവർ വിജയിച്ച കണ്ടു. പ്രൊഫഷണൽ സിസ്റ്റർമാർ വിജയിച്ച കണ്ടു. എല്ലാ കാറ്റഗറിക്കും ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് കണ്ടു. ഇപ്പൊ ഞാൻ ജോലിയുടെ സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്നും അപ്പോ മനസ്സിലായത് അങ്ങനെ ഏത് കാറ്റഗറിയിലെ ആൾക്കാർക്കും എത്ര വേണേ വളരാൻ പറ്റിയ ഒരു അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായി. പിന്നെ ഇതിന്റെ പരിധി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമുക്ക് എത്ര വേണേ വളരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഈ ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു 100ഓളം വർഷമായി ലോകത്ത് വന്നിട്ട്. ഇതില് മുമ്പിൽ നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്, USA. അവിടെ 3000-ത്തിലധികം കമ്പനികൾ ആ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ജനസംഖ്യ ഞാൻ എടുത്തു പറയാണ് 33 കോടിയാണ്. 3 ലക്ഷം കോടിയാണ് ആ രാജ്യത്തിലെ വിറ്റുവരവ്. ഇന്ത്യ അതിനകത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ റാങ്കിനകത്ത് നേരത്തെ 19ാം സ്ഥാനമായിരുന്നു, ഇപ്പൊ അത് 11ാം സ്ഥാനത്തേക്ക് എത്തി. ഇവിടെ നമുക്ക് ആകെ 10-20,000 കോടി വിറ്റുവരവേ ആകെ ആയിട്ടുള്ളൂ. ഇവിടുത്തെ ജനസംഖ്യ 140 കോടിയാണ്. ഇനി വേറെ വൃത്തി പറയാം, 1ാം സ്ഥാനത്തേക്കുന്ന ആ രാജ്യം, അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരെ സൃഷ്ടിച്ചത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൊണ്ടാണെന്ന് സത്യം ഞാൻ ആദ്യം തുറന്നു പറയാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, എന്നുവെച്ചാൽ മുടക്കുമുതലില്ലാതെ നമ്മൾക്ക് നമ്മുടെ സമയം വിനിയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നൊരു വ്യവസായം. 3, യാതൊരു റിസ്ക്കും ഇല്ല, നോ റിസ്ക് അറ്റോൾ. വേറെ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റിനും 100% ഗ്യാരണ്ടി ഉണ്ട്. പൊട്ടിച്ചുപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മടക്കി കൊടുത്താൽ ആ 100% പണം തിരിച്ചു തരും. നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കമ്പനിയുടെ MD എല്ലാ ബോട്ടിലിനകത്തും എല്ലാ പാക്കറ്റിനകത്തും എഴുതി ഒപ്പിട്ട് നിൽക്കും. ഇത്ര ഗ്യാരണ്ടിയോടെ ഒരു കമ്പനി വരുമ്പോൾ ഒരു സംരംഭകനാകാൻ ഇത്രയും നല്ല ചാൻസ് വേറെ ഒന്നുമില്ല എന്ന് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചുകൊണ്ട് എന്റെ സ്പോൺസർ ആയിട്ടുള്ള ദിനേശ് സാറിന്റെ കൂടെയും ജയ സാറിന്റെ കൂടെയും ഞാൻ അണിചേരാൻ തയ്യാറായി. അതിന് ശരിക്കും പറഞ്ഞാൽ എല്ലാ ബിഗ് സല്യൂട്ട് ദം. അവർ നടത്തിക്കൊണ്ടിരുന്ന ആ ട്രെയിനിങ് സിസ്റ്റം മുടങ്ങാതെ ഇതിന്റെ പരിശീലന പരിപാടികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ എന്റെ ഓഫീസ് സമയത്തും എല്ലാ സമയത്തും ലീവ് ഒക്കെ എടുത്ത് ഞാൻ ലിഷയോട് പോയി പങ്കെടുക്കുമായിരുന്നു. എന്റെ വൈഫ് ലിഷ അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്. അപ്പോൾ ഇവര് അങ്ങനെ ഞങ്ങള് രണ്ടുപേരും എന്തൊക്കെ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു. എനിക്ക് പോകാൻ പറ്റാത്ത സമയത്ത് എന്റെ വൈഫ് പോയി പങ്കെടുക്കുന്നു. നമുക്ക് ആ അറിവ് നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. ആ അറിവ് നമുക്ക് കൂടി തരും. ഇതിന് ആകെ വേണ്ട രണ്ട് കാര്യം അറിവുകളും സ്കില്ലുകളുമാണ്, വൈദഗ്ധ്യം. അപ്പൊ സ്കിൽസും നോളജും കൊണ്ട് നമുക്ക് സമ്പന്നനാകാൻ പറ്റിയ അവസരമാണെന്ന് ആദ്യം മനസ്സിലാക്കിക്കോണം. ഇതിനകത്ത് ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിവ് നമ്മൾ നേടേണ്ട ആവശ്യമുണ്ട്. ആ ഉൽപ്പന്നങ്ങള് ഇപ്പോ ഇന്ത്യയില് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കാൻ ഇങ്ങനെ പറയാം. നമുക്ക് ജോയിന്റ് ഹെൽത്തിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ് ആലോചിച്ച് നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് കേട്ടുകേൾക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ജോയിന്റ് ഹെൽത്ത് പ്രശ്നമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള സൊല്യൂഷൻസ് ഇതിനകത്തുണ്ട്. ബ്യൂട്ടി സൊല്യൂഷൻസ്, നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സൊല്യൂഷൻസ് ഇതിനകത്തുണ്ട്. ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്, നമുക്ക് മുടി സംരക്ഷിക്കാൻ ആവശ്യമുള്ള സൊല്യൂഷൻസ്, വെച്ചാൽ മുടി ഗ്രോത്ത് വേണമെങ്കിൽ അതിന്റെ സൊല്യൂഷൻസ്, മുടി കൊഴിച്ചിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ്. അതുപോലെ ഹെൽത്തി ഹോം, നമ്മുടെ വീട് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള വീട് ഉണ്ടാക്കണമെങ്കിൽ അവിടെ കെമിക്കൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വേണം. അപ്പൊ കെമിക്കൽ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ കെമിക്കൽ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ വീടിനെ നമ്മൾ സംരക്ഷിക്കാൻ പറ്റും. വെയിറ്റ് മാനേജ്മെന്റ്, എനിക്കിത് ഇഷ്ടപ്പെട്ട വേറെ കാര്യം, ഞാൻ എന്റെ വെയിറ്റ് ഉണ്ടായിരുന്നത് 10 കിലോ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസം കൊണ്ട് കുറയ്ക്കാൻ സാധിച്ചു. അപ്പോ വെയിറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ്, നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ ആവശ്യമുള്ള സൊല്യൂഷൻസ്. വണ്ണമില്ലെങ്കിൽ വണ്ണം കൂട്ടാം, വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫിറ്റ്നസ് സൊല്യൂഷൻസ്, അതായത് നമുക്ക് ജിംനേഷ്യം പോലെ ആളുകൾ പോകുന്ന വ്യക്തികൾക്ക് അവരുടെ മസിൽ സ്ട്രോണിങ് വർദ്ധിപ്പിക്കണം, അതിനാവശ്യമുള്ള സൊല്യൂഷൻസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രൊഡക്റ്റ് റേഞ്ച്. കിച്ചൺ സൊല്യൂഷൻസ്, അടുക്കളയിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട രീതിയിൽ വർഷങ്ങളോളം പാത്രങ്ങളിൽ നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ ടെക്നോളജി. അപ്പൊ ടെക്നോളജി ബേസ്ഡ് ബിസിനസ് വേണം. ഡിജിറ്റൽ മോഡിലേക്ക് തിരിഞ്ഞേക്കിയ ബിസിനസ്. ഇതൊരു ഈ കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അപ്പോൾ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാണെങ്കിൽ, ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി അത്. ദർ ഇസ് നോ ലിമിറ്റ്സ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഇത്രയും പേര്, നിങ്ങൾ 23 പേരുണ്ട്, 23 പേർക്കും ഈ ഇൻഡസ്ട്രി മനസ്സിലായി കഴിഞ്ഞാൽ ഇന്നുകൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നാളത്തെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്ന ബിസിനസ്. എന്താണ് ഓപ്പർച്യൂണിറ്റി?
അപ്പൊ ഇൻട്രസ്റ്റ് മനസ്സിലായി, എന്താണ് ഈ കമ്പനി എവിടെ പോകാൻ പറ്റുന്നു. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരെ സൃഷ്ടിച്ച ബിസിനസ് ആണെന്നും ഇതിന് ഇത്രമാത്രം വെറൈറ്റി ഇത്രമാത്രം വെറൈറ്റി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഇത് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ബാക്കിയുള്ള ഇനി കാര്യങ്ങൾ സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഇനിയുള്ള കുറച്ച് സമയം ഇരിക്കണം. നിങ്ങൾ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കണം. നമുക്ക് പ്രസന്റേഷനിൽ പ്രവേശിക്കാം. ദിസ് ഇസ് എ പേഴ്സൺ. നമ്മള് ബിഗ് സല്യൂട്ട് ടു മിസ്റ്റർ സമീർ കുമാർ മോഡി. ഞാൻ ആദ്യം അദ്ദേഹത്തിന് ഞാൻ വന്നിക്കുകയാണ്. കാര്യം ഇദ്ദേഹമാണ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് അവിടുത്തെ ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്ന് പഠിക്കുന്നു. ഇദ്ദേഹം പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം ചിന്തിച്ചത് എന്തുകൊണ്ട് ഇതേപോലത്തെ ഒരു സംരംഭം ഇന്ത്യയിൽ ആരംഭിച്ചുകൂടാ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യ ഡയറക്ട് സെല്ലിംഗ് കമ്പനി മോദി കെയർ ലിമിറ്റഡ് എന്ന കമ്പനി 1996 മാർച്ച് മാസം 30 ആരംഭിച്ച മഹാനുഭാവന്റെ പിക്ചർ നമ്മൾ കാണുന്നത്. അന്ന് ഇതിന് 24 വയസ്സേ ഉള്ളൂ. ഇന്ന് 29 വർഷം കഴിഞ്ഞു ഈ ബിസിനസ് ഇവിടെ വന്നിട്ട്. കണ്ടോ? അപ്പൊ ആലോചിക്കുക, ആ 29 വർഷം മുമ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ഇദ്ദേഹത്തിന്റെ പേര് ഇന്ന് ബികോമിനും അങ്ങനത്തെ എല്ലാ കൊമേഴ്സ്യൽ ചടങ്ങുകൾക്ക് മുഴുവൻ ഈ ഡയറക്ട് സെല്ലിംഗ് പഠിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് ഇതിന്റെ പേരാണ്. ഇതാണ് എനിക്ക് ആദ്യം പറയുന്നത്. അപ്പോ നമ്മുടെ ബുക്കുകളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം മാറിക്കഴിഞ്ഞു. എന്താ അതിന് കാരണം നോക്കട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ ചിന്തകളെ മാറ്റൂ. ഉണ്ടോ? നമ്മളിപ്പോ ചിന്തിക്കുന്നത് എന്തായിക്കോട്ടെ, ആ ചിന്തകളെ മാറ്റൂ, നിങ്ങളെ മാറ്റൂ. അപ്പൊ നമ്മുടെ തോട്ട്സ് ആണ് നമ്മൾ എല്ലാത്തിനും ധനവകരം. ഞാനിപ്പോ കുറച്ചു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് ഒരു വീഡിയോ കാണുകയുണ്ടായിരുന്നു. അമേസിംഗ് ആയിട്ടുള്ള വീഡിയോ. നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ മോട്ടിവേറ്റഡ് സ്റ്റോറീസ് ആണ്. ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ ലോകം മുഴുവൻ കെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ മനുഷ്യനാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യവും. കാരണം അത്തരം ആൾക്കാര് ചിന്താഗതി കൊണ്ട് മാത്രം അദ്ദേഹം ലോകം വെട്ടിപ്പിടിക്കുക വ്യക്തിയാണ്, കീഴടക്കിയ വ്യക്തിയാണ്. നിങ്ങളെ മാറ്റും. ഇപ്പൊ നിങ്ങൾ സ്വയം തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഒരു എംപ്ലോയി ആണ്, ഒരു ഗസറ്റഡ് ഓഫീസർ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശേഷം ഞാൻ മോദിക്കറി ചെയ്യാനുള്ള കാരണം എനിക്ക് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന കമ്പനി മനസ്സിലായി. കെമിക്കൽസ് ഇല്ലാത്തൊരു ഉൽപ്പന്നങ്ങൾ ആദ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും 100% ഗ്യാരണ്ടി കിട്ടുന്ന കമ്പനികളും നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ചിന്ത മാറ്റി, നിങ്ങളെ മാറ്റും, ലോകത്തെ മാറ്റും. അങ്ങനെ ഒരു കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോകത്തെ മാറ്റാൻ സാധിക്കും. ഇത് അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇത് സമീർ മോദി സാർ പറഞ്ഞ വാക്കാണ്. അതിന്റെ വിഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആസാദി ഫോർ എവറി ഇന്ത്യൻ. ഓരോ ഇന്ത്യക്കാർക്കും ആസാദി കൊടുക്കുക. അതൊരു അമേസിങ് ഒരു മാച്ച്ലെസ് ആയ സംഗതിയാണ്. അദ്ദേഹം പറയുന്ന വാക്കുണ്ട്. നേരത്തെ പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മളെ എവിടെയെങ്കിലും എത്തിക്കുന്നത്. ആ സ്വപ്നങ്ങളിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ കണ്ട ജീവിതമാണോ നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ? ഇത്തരം കാര്യങ്ങള് ഒരു സെക്കൻഡ്, ആരുടെ സൗണ്ട് ഓൺ ആണ്? എല്ലാവരും സൗണ്ട് വിടുക പ്ലീസ്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, നമ്മുടെ സ്വപ്നം കാണുന്ന നമ്മുടെ ഭവനം, നമ്മുടെ സ്വപ്ന ഭവനം, അതൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് നമുക്ക് ഒരു പരിമിതിയില്ല നോക്കുക. അപ്പൊ എങ്ങനത്തെ വീടായിരിക്കും നമ്മൾ വെക്കുക? നമുക്ക് അങ്ങനെ സംസാരിക്കാം. നമുക്ക് കുടുംബത്തോടൊപ്പമുള്ള നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുക, ഏറ്റവും ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുടുംബത്തോടൊപ്പം. അവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോവുക, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതും എത്ര ഇൻട്രസ്റ്റിംഗ് എന്ന് ആലോചിക്കുക. നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പോഴത്തെ വരുമാനം കൊണ്ട് നേടാൻ പറ്റാത്ത അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം,
എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികളെ നമുക്ക് നമുക്ക് നമ്മളെ മനസ്സിൽ കാണുന്ന രീതിയിലുള്ള അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരെ പഠിപ്പിച്ച് ഉയർത്താൻ സാധിക്കും. ദെൻ നമുക്ക് സോഷ്യൽ നമുക്ക് റെക്കഗ്നീഷൻ സാധാരണ കിട്ടാറുണ്ടോ? അപ്പൊ നമുക്ക് കിട്ടുന്ന സമൂഹത്തിൽ നല്ല അംഗീകാരം ലഭിക്കുക. ദെൻ ലോകയാത്രകൾ, വേൾഡ് ടൂർസ്, ഇതൊക്കെ ഒരു സ്വപ്നമാണ്. കാര്യം ഞാൻ എനിക്കൊരു 5-8 രാജ്യങ്ങളിൽ ഈ ഇൻഡസ്ട്രി വഴിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം അതൊക്കെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധാരണ LD കളൊക്കെ ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴിക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ സാധിച്ചത്. ആഡംബര കാറുകൾ, എന്റെ ബാക്കിൽ കാണുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന കാറാണ്. മഹീന്ദ്ര SUV-യുടെ 13 ലക്ഷം കാറാണ്. ആ കാറ് ഞാൻ 3 വർഷം മുമ്പ് സ്വന്തമാക്കിയത് ഈ ഇൻഡസ്ട്രി പഠിക്കാൻ. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കിയപ്പോ സീരിയസ് ആയിട്ട് അതിനകത്ത് പ്ലാൻ ചെയ്ത് നീങ്ങാൻ തയ്യാറായി. ഒരിക്കലും ഒരു എംപ്ലോയ്മെന്റ് കൊണ്ട് സാധിക്കില്ല, അത് സത്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെ നേടാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് കാര്യം നോക്കാം. മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണ്. നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു കാരണത്തിലും നമ്മൾ വ്യത്യസ്തമായി ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ എടുത്തു പറയത്തക്ക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ പഠിക്കണം. എങ്ങനെ? നിങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു. എന്നാൽ ആ ചെലവ് നിങ്ങൾക്ക് വരുമാനം ആയി ലഭിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഇൻകം ആയി എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്ന രീതിയിലായിരിക്കും എങ്ങനെ ഉണ്ടാവും? അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് വീട്ടിൽ നിന്ന് ഇത്ര നാള് നമ്മൾ നടത്തിയിരുന്ന പർച്ചേസ് പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്താല്, സാധനങ്ങൾ വാങ്ങിക്കുന്ന രീതി മാറിയാല്, അതുകൊണ്ട് വലിയൊരു ഇൻകം, നിങ്ങളുടെ സബ്സ്റ്റാൻഷ്യൽ ഇൻകം, സാധാരണ ഇൻകം അല്ല, സബ്സ്റ്റാൻഷ്യൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതെന്താണ് നോക്കാം. അതിൽ എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ നോക്കി. പ്രധാന കാര്യം ആരോഗ്യം. നമ്മൾ ഇരിക്കുന്ന എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കണം, സൗന്ദര്യത്തോടെ ഇരിക്കണം. ആരോഗ്യം സൗന്ദര്യം എല്ലാം കണക്റ്റഡാണ്. ആരോഗ്യം വേണം, സൗന്ദര്യം വേണം. അത് നേടിക്കൊണ്ട് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ലഭിച്ചാൽ ഉണ്ടാവും, അത് വലിയ മാറ്റം ഉണ്ടാക്കും. ഇതിന് സമ്പത്ത്, തീർച്ചയായിട്ടും സമ്പത്ത് ഇതിന്റെ ഭാഗമാണ്. ജീവിതത്തിന്റെ ഭാഗമായിട്ട് സമ്പത്ത് ലഭിച്ചിരിക്കണം. ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്ത്. ഹാപ്പിനെസ്, തീർച്ചയായിട്ടും നമുക്ക് സന്തോഷവും ആരോഗ്യവും സമ്പത്തും ആണെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പിനെസ്സും കിട്ടുന്ന ഉറപ്പാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ്, കാര്യങ്ങൾ ലളിതമായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റുക. ചേഞ്ച് യുവർ ലൈഫ്. അത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. വേറെ ആർക്കും ഒരു റോൾ വരത്തില്ല. അവർക്ക് ഒരു ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിനെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ താക്കോൽ ഒരാൾക്കും കൊടുക്കരുത്, അത് നമ്മുടെ കയ്യിൽ വെക്കണം. നമ്മുടെ സമ്പത്തിന്റെ താക്കോൽ നമ്മുടെ ഇരിക്കണം. നമുക്ക് ഇനി തൊട്ട് എന്ത് സമ്പാദിക്കുമ്പോഴും അതിന്റെ ഒരു ചെറിയ ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അതും ഇതിനകത്ത് കിട്ടിയ പഠനങ്ങളാണ്. കാര്യം പലപ്പോഴും നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ചെലവാക്കി പോയാൽ നടക്കില്ല. അപ്പൊ അത് കറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യവും പഠിപ്പിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ലിറ്ററസിയും ഇതിന്റെ ഭാഗമാണ്. വ്യത്യസ്തമായി ചിന്തിക്കുക. കാര്യം നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ട്. എത്ര പേർക്ക് ആ സ്മാർട്ട് ഫോണിന്റെ കാര്യങ്ങളും അറിയാം? വളരെ കുറച്ച് പേർക്ക്. നിങ്ങളുടെ മക്കൾക്ക് മേ ബി 5 വയസ്സുള്ള 6 വയസ്സുള്ള നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാം. എന്നാലോചിച്ച് നോക്കുക. ഇതൊരു രസകരമായ കാര്യമാണ്. അപ്പൊ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. സാമർത്ഥ്യത്തോടെ നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ നോളജും കാണിക്കേണ്ട ഈ ഒരു ഭാഗത്താണ്. ഇതിനുവേണ്ടി നമ്മൾ സ്കില്ലും നോളജും കരസ്ഥമാക്കേണ്ട ആവശ്യവും. ലക്ഷ്യബോധത്തോടുകൂടി എന്തിനു വേണ്ടി ചെയ്യണമെന്ന കാര്യം നമ്മൾ ഇന്ന് കാലത്ത് എണീറ്റു. എന്തിനുവേണ്ടി എണീറ്റത്? നമ്മൾ ഇന്ന് ഇവിടെ ഈ പ്രസന്റേഷൻ ഇരിക്കുന്നുണ്ട്, എന്തിനു വേണ്ടി വന്നിരിക്കുന്നു എന്ന് വ്യക്തമായ നമുക്കൊരു ധാരണ വേണം. നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ ഫോക്കസ് ചെയ്ത് തന്നെ വേണം നമ്മുടെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയാൻ. അപ്പോഴാണ് ലൈഫിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ലൈഫ് പോകണം. മോദിക്ക് ഒരു അവസരം, അനന്തമായ സാധ്യതകൾ, അത് മനസ്സിലാക്കിയപ്പോൾ എന്നെ പോലെ ഒരു വ്യക്തി ഇതിനകത്ത് എൻട്രി ചെയ്യാൻ തന്നെ കാരണം. പ്രതിദിന ഷോപ്പിംഗ്, ഞാൻ പറഞ്ഞ കാര്യം, പ്ലസ് പ്രതിദിന സമ്പാദ്യം, നിങ്ങളുടെ സമ്പാദ്യം കൂട്ടണം ഉണ്ടോ, പ്ലസ് ആജീവനാന്ത അവസരം, ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് ഈസിക്വൽ ടു മോദിക്ക് ഉണ്ടോ. നിങ്ങളുടെ ദൈനംദിന നിങ്ങളുടെ ഷോപ്പിംഗ് പ്ലസ് നിങ്ങളുടെ സമ്പാദ്യം, അതിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും, പ്ലസ് ആജീവനാന്ത അവസരം. ഈ അവസരം എത്ര പേരിലേക്ക് കൊടുക്കാൻ പറ്റും അത്ര പേരിലേക്ക് കൊടുത്തുകൊണ്ട് പോകണം. ഈസിക്വൽ ടു മോദിക്ക് വലിയ ലോകത്തേക്ക് എല്ലാവർക്കും, എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, വെറുതെ പൈസ ചെലവഴിക്കരുത്. ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ പൈസ എണ്ണൂറ് ചെലവാക്കി തീർക്കരുത്. സമ്പാദിച്ചു തുടങ്ങുക. ചെറിയ ഇൻവെസ്റ്റ്മെന്റ്, നല്ല അങ്ങനത്തെ SIP പോലത്തെ നല്ല പാക്കേജിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ബാങ്കുകളിലൊക്കെ, നല്ല നാഷണലൈസ്ഡ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവൻ തുടങ്ങണം. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ആരംഭിക്കുക. ഇതൊക്കെ വലിയ വെടിത്തിലുണ്ടാക്കും. ചെറിയ തുക കൊണ്ട് വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. ഇത് പഠിച്ചോളണം. നമുക്ക് പൈസ കിട്ടി അതുകൊണ്ട് ഈ അസറ്റൊക്കെ വാങ്ങിച്ച് അസറ്റിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ആരംഭിക്കണം. അങ്ങനെ സമ്പത്തിനെ കറക്റ്റായിട്ട് പുനർനിർണയം ചെയ്ത്
അത് നിങ്ങൾക്ക് എന്നും ഒരിക്കൽ ചെയ്ത പ്രവൃത്തിക്ക് എന്നും വരമായിട്ട് കിട്ടണം. ഒരിക്കൽ ചെയ്ത പ്രവൃത്തിക്ക് എന്നും വരുമാനമായിട്ട് മാറണം. ഇതാണ് പഠിക്കേണ്ട വലിയ ലെസൺ. നമ്മൾ സാധാരണ അങ്ങനെയല്ല ചെയ്തു വരുന്നത്. അത് മാറ്റണം, അത് മാറ്റി കുറിക്കണം. ഇന്നത്തെ ദിവസം അതിന്റെ ദിവസമായിട്ട് മാറ്റുമെന്ന് ആശംസിക്കുകയാണ്. ഇത് പഠിക്കേണ്ട വേറെ ലെസൺ. വെറുതെ പൈസ ചിലവാക്കരുത്, സമ്പാദിച്ചു തുടങ്ങുക, വളരാൻ തുടങ്ങുക. എത്ര രസകരമായ വേർഡിങ്ങാ നോക്കി. ഇത് പ്രാക്ടിക്കൽ ആണോ? മോദി കെയർ 1996 ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെയിലിംഗ് കമ്പനി ദശലക്ഷക്കണക്കിന് ഡയറക്ട് സെയിലർമാരുടെ ജീവിതം മാറ്റിമറിക്കുന്നു. ഞാനും ആ കൂട്ടത്തിൽ ഒന്ന് എനിക്ക് വ്യക്തിയാണ്. അവർ അങ്ങനെ ഒരു സംരംഭകനായി ഒരു ഡയറക്ട് സെയിലറായിട്ട് വന്നേക്കുക. ഇത് കൊണ്ടുകിടന്ന് വിൽക്കുന്ന ബിസിനസ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ബിസിനസ് വരില്ല. നമ്മളിത് കൊടുക്കുന്നത് സൊല്യൂഷൻ പ്രൊവൈഡറാണ്. ലൈഫിലെ ഏത് മേഖലയിലെ എന്ത് പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ നമ്മുടെ ഈ കമ്പനിയിലുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം അങ്ങനെ ഒരു കമ്പനി നമ്മൾ നോക്കി കണക്കായിരിക്കും. എന്റെ കുറെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഈ കമ്പനിക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞ 6 വർഷം കൊണ്ട്. അപ്പൊ അത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള യാത്രയാണ്. 92 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു ഓർഗനൈസേഷനാണ് മോദി എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ആ മോദി എന്റർപ്രൈസിന്റെ 3ാം തലമുറയിലെ ബിസിനസ്സാണ് മോദി കെയർ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അത് തന്നെ മോദി വേ. $multi-billion ആഗോള കോൺഗ്ലോമറേറ്റ് ആയ മോദി എന്റർപ്രൈസസ് 1933 റായ് ബഹദൂർ ഗുജറാൾ മോഡി എന്ന അദ്ദേഹത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പ്രിയപ്പെട്ട സമീർ മോദിയുടെ ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം അതൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വിതരണ ശൃംഖലയായിട്ട് മാറ്റി കമ്പനീനെ. അത് വളർത്തിയെടുത്തു. ഇന്ന് 120 രാജ്യങ്ങളിൽ അവിടെ സപ്ലൈസ് ഉണ്ട്. നമുക്കിപ്പോ ട്രെയിനിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും സൈഡ് ഗ്ലാസ്. ആ സൈഡിന്റെ ഗ്ലാസ് നോക്കുക, ഗ്ലാസ് മോഡി ഗ്ലാസ് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇന്ത്യ മാത്രമല്ല, ഒരു 70-ലധികം രാജ്യങ്ങളിൽ സപ്ലൈ ചെയ്യുന്നത് ഈ മോദി ഗ്രൂപ്പാണ്. ആ ഗ്ലാസ് വളരെ പ്രത്യേകത പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പൊട്ടത്തില്ല. സേഫ്റ്റി ഉള്ള സംഗതിയാണ്. അപ്പൊ ആ ഗ്ലാസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ് എന്ന് പറയുന്നത്, മോദി എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ആ കമ്പനി തന്നെയാണ് നമുക്ക് മോഡി സെറോക്സ് മെഷീൻ നമുക്ക് കോപ്പി എടുക്കുന്ന സെറോക്സ് മെഷീൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആദ്യം കൊണ്ടുവന്ന് ഇവരാണ്. മോഡി ടയർ, മോഡി ലുഫ്താൻസ, മോഡി എയർ, അങ്ങനെ മോഡി ത്രെഡ്, അങ്ങനെ ഇന്ത്യയിലെ ഏതാണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിഭവം 120 രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്തൊരു കമ്പനിയാണ്. അപ്പൊ ഇതാണ് ആദ്യം കാണുന്നത് റായ് ബഹദൂർ ഗുജറാൾ മോഡി സാർ. നമസ്കാരം. ഇതിന്റെ മകൻ കെ മോഡി. രണ്ടുപേര് നമ്മൾ വിട്ടുപോയി. ഇവരാണ് ഈ മോദി എന്റർപ്രൈസിന്റെ സ്ഥാപകർ. അവരുടെ മകനാണ് മിസ്റ്റർ സമീർ കുമാർ മോഡി. ഇനി ആ സമീർ കുമാർ മോഡി സാറിന്റെ വിഷനിലാണ് നമ്മളിപ്പോ ഈ കമ്പനിയിൽ കാണാനും മനസ്സിലാക്കാനും ഈ അത്ഭുതങ്ങൾ കേൾക്കാനും സാധിച്ചത്. മോദി കെയർ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങൾ ആസ്വദിക്കുക. 18 കാറ്റഗറിയില് 470-ലധികം ഉൽപ്പന്നങ്ങൾ, 890-ലധികം SKU. അപ്പോ നമുക്ക് അത്രയും 790 പ്രൊഡക്റ്റ് കമ്പനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി എന്ന ഗ്യാരണ്ടി ഞങ്ങളുമായുള്ള നിങ്ങളുടെ അനുഭവം എളുപ്പമാക്കുന്നു. ആശങ്കകളില്ലാത്തതുമാണ് ഞാൻ. വ്യക്തിപരമായി ഉറപ്പു നൽകുന്നു, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പണം മുഴുവൻ 100% മടക്കി തരും. ഐ പേഴ്സണലി ഗ്യാരണ്ടി 100% റീഫണ്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഇനി കേട്ടുകേൾവിയുണ്ടോ? ഒരു കമ്പനിയുടെ MD പറയാണ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചോ, 25 ഉപയോഗിച്ചോ, 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടക്കി തന്നോ, പണം തിരിച്ചു തന്നേക്കാം. ഈ ഒറ്റ ഗ്യാരണ്ടിയിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെ ചങ്കുറ്റത്തോടെ കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നു. ഫുഡ് സപ്ലിമെന്റ്സ് ഞാൻ കഴിക്കാൻ തുടങ്ങി. പ്രോട്ടീൻ അത് ഡെയിലി നിത്യ ജീവിതത്തിൽ രാവിലെ 8 മണിക്ക് അത് കഴിച്ചിരിക്കും. കഴിഞ്ഞ 6 വർഷമായിട്ട് ആശുപത്രി പോകേണ്ട അവസ്ഥ മാറിക്കിട്ടി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നത് ഈ കമ്പനിയോടാണ്. ഇതിന്റെ വെൽ കാറ്റഗറിയില് ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനെസ്സിനകത്ത് നിരവധി ബ്രാൻഡുകൾ. ജോയിന്റ്സ് ഹെൽത്തിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. കുറെ പേരുടെ ജോയിന്റ് ഹെൽത്ത് പ്രശ്നങ്ങൾക്ക് സോൾവ് ആക്കി കൊടുത്തു. അപ്പൊ അത് നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ സാധിച്ചു. കുറെ പേരുടെ ഡയബറ്റിക് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ശരിയാക്കി എടുക്കാൻ പറ്റി. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റി. സോ അർബൻ കളർ കോസ്മെറ്റിക്സ് റേഞ്ചിലെ ലോകത്തെ ഒരു മുന്തിയ ബ്രാൻഡാണ് എലിസബത്ത് ഗാർഡൻ ഗുച്ചി എന്ന് പറയുന്നത്. 3ാമത്തെ ബ്രാൻഡാണ് കളർ ബാർ USA. ആ കളർ ബാർ USAയിലെ സെയിം ബ്രാൻഡാണ് ഈ അർബൻ കളർ എന്ന് പറയുന്നത്. കളർ ബാർ USA നമുക്ക് ഇവിടെ ലുലുമാളിൽ കിട്ടും. അതേ ബ്രാൻഡിന് നമുക്ക് തരികയാണ്. അതിന്റെ 3-1 വിലയ്ക്ക്. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. ദെൻ സ്ലോഗ സ്കിൻ കെയറിനകത്ത് പ്രൊഡക്റ്റ്. ദെൻ അവിടെ കുക്കു റേഞ്ച് ഓഫ് നമുക്ക് നല്ല വെള്ളം ലഭിക്കാൻ, നമുക്ക് ആൽക്കലൈൻ വെള്ളം ലഭിക്കാനുള്ള ഒരു പുതിയ എക്വിപ്മെന്റ്, നമുക്ക് കറണ്ട് ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന എക്വിപ്മെന്റ്, അതാണ് കുക്കു. ദെൻ മെൻസ് ഗ്രൂമിംഗ് റേഞ്ച്, നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള ജെൻസിനും ലേഡീസിനും ഒരേപോലെ ഉൽപ്പന്നങ്ങൾ. മുടി ഡാക്കൻ ചെയ്യാനുള്ള
ഉൽപ്പന്നങ്ങൾ, ഇതിന് 6 കളറിലുള്ള ഉൽപ്പന്നങ്ങൾ. ഫ്രൂട്ട് ഓഫ് എർത്തിനകത്ത് പേഴ്സണൽ കെയർ റേഞ്ച് ഉൽപ്പന്നങ്ങൾ. ഫ്രഷ് മൊമെന്റ്സിനകത്ത് പേസ്റ്റ്, ഡെന്റൽ കെയർ, ഡെന്റൽ സൊല്യൂഷൻസ് ആണ്. അത് അടുത്ത സൊല്യൂഷനാണ്. നിങ്ങളുടെ പല്ലിന് ഇനി തൊട്ട് ഒരു കംപ്ലൈന്റ് വരില്ല. നമ്മുടെ പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഫ്രഷ് മൊമെന്റ് പേസ്റ്റ് ഉപയോഗിച്ചാൽ, നീല പേസ്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് വരില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് എന്റെ അനുഭവം പറയുന്നത് ഇത് തന്നെ പറയുന്നത്. അതിലൂടെ കാൽസ്യവും വിറ്റമിൻ D3 കഴിച്ചാൽ നിങ്ങൾ പല്ല് സ്ട്രോങ് ആയിട്ടിരിക്കും. നമ്മുടെ വിറ്റമിൻ D3, നമ്മുടെ കാൽസ്യം വെൽ കാറ്റഗറിയിലുള്ള. സോ എസെൻഷ്യൽ എക്സ്ക്ലൂസീവ് പേഴ്സണൽ കെയർ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്. നിങ്ങളെ എല്ലാ കാര്യം നോക്കുന്ന ഡേ ത്രൂ ഔട്ട് നിങ്ങൾ സഹായിക്കുന്ന എസെൻഷ്യൽ പ്രൊഡക്റ്റ്. സാലോൺ, നമ്മുടെ മുടി സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ. then സോൾ ഫ്ലവേഴ്സ്, ഫുഡും ബെവറേജസും. ഈവൻ നമ്മുടെ തവിടെണ്ണ, ആ തവിടെണ്ണ ഏഷ്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡിൽ അവാർഡ് ലഭിച്ചു. ഇപ്പൊ 3 അവാർഡ് ഒതുക്കിയ കമ്പനിക്ക് ലഭിച്ചു. ആ 3 അവാർഡ് ഏഷ്യൻ അവാർഡാണ്. അത് ഈ പ്രൊഡക്റ്റുകൾക്ക് കിട്ടിയാണ്. സി ദിസ് ഈസ് അമേസിങ്. നമുക്ക് ഇവിടെ കുറേയധികം കമ്പനികളെ ഭക്ഷ്യകാര വകുപ്പ്, ഞാനൊരു വകുപ്പിൽ വറയ്ക്കുന്ന പറയുന്നത്, ഭക്ഷ്യകാര വകുപ്പ് കുറേയധികം കമ്പനികളെ പ്രൊഡക്റ്റ് പിടിച്ചെടുത്ത് അവർക്ക് ലക്ഷങ്ങൾ രൂപ ഫൈൻ അടിപ്പിച്ചു. മോദിക്കേന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പോയി. ഇതിന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു തന്നു. ഞാനിത് പറയാൻ കാരണം, അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ അത് മോദിക്കേരളം മാത്രമേ ഉള്ളൂ എന്ന് കാര്യം തിരിച്ചറിഞ്ഞ ചില നിമിഷങ്ങളായിരുന്നു ആ ദിവസങ്ങളിൽ. 42ഓളം ഈ ഓയിൽ കമ്പനികൾ, വെളിച്ചെണ്ണ കമ്പനികളെ പിടിച്ചു. അവരെ ബാൻ ചെയ്യാൻ വേണ്ടി ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഒരു ബാനെങ്കിലും അതൊക്കെ അങ്ങനെ നടക്കും ഒരു സൈഡിൽ. അത് ആ മായം ഉള്ള സാധനങ്ങൾ മുഴുവൻ എല്ലാ വർഷവും പിടിക്കാനുണ്ട്. ഒരു പത്രത്തിലോ ടിവിയിലോ വരാറില്ല. അത് ഭയങ്കര തെറ്റായൊരു സമീപനമാണ്. ശരിക്കും അത്രയും സ്ഥാനത്ത് ഇവിടെ നമുക്ക് അങ്ങനത്തെ പയറും പരിപ്പും കടലൊഴിച്ച് ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് എന്ത് ലഭിക്കും. ആക്ടിവേറ്റ് കൃഷിയുടെ ഗുണമേന്മ ഉൽപാദനം 45% വർദ്ധിപ്പിക്കുന്ന പ്രൊഡക്റ്റാണ്. വാഷ്മേറ്റ് കെമിക്കൽസ് ഇല്ലാത്ത ഡ്രസ് വാഷ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഹോം കെയറിനകത്ത് കെമിക്കൽസ് ഇല്ലാത്ത വീടിനെ ആരോഗ്യത്തിൽ സംരക്ഷിക്കാൻ വെച്ചിട്ടുള്ള ഹെൽത്തി ഹോം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഹോം കെയറിനകത്ത്. ഓട്ടോ കെയർ, എന്റെ ഈ പുറകിൽ കിടക്കുന്ന വണ്ടി ഞാൻ കഴുകുന്ന ഈ ഓട്ടോ കെയർ ഉണ്ട്. ഇതിന്റെ പോളിഷ് കൊണ്ടും ഇതിന്റെ ക്ലീൻ കൊണ്ട് കഴുകുന്നത്. സോപ്പ് വാഷിനകത്ത് ജെന്റിൽ ആയിട്ടുള്ള ബാത്ത് റേഞ്ചിൽ കുറെ ഐറ്റംസ്, സോപ്പ്, അങ്ങനത്തെ ഐറ്റംസ്, നറിഷിംഗ് ഐറ്റംസ്. അമൂലി ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെന്റ്സ്. SM വാച്ചസ്. ഈ വാച്ച് ഉണ്ടോ? ഈ വാച്ച് ഈ കമ്പനിയുടെ വാച്ചാണ്. സമീർ മോദി വാച്ചാണ് ഈ വാച്ച്. ആ വാച്ച് ഞാൻ ധരിക്കാൻ തുടങ്ങി. എനിക്ക് വാച്ച് ധരിക്കുന്നത് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുമാനം കിട്ടുന്ന അത്ഭുതകരമായ കാര്യം. ഇതിന്റെ ഈ ഡ്രസ്സ് മോദിക്കൻ ഡ്രസ്സാണ്. ഞാൻ പറയുന്നത് ഇതൊരു അത്ഭുത ലോകത്ത് നമ്മൾ നിൽക്കുന്നത്. ഇത് ശരിക്കും തിരിച്ചറിയാം. മോദിവേ സാങ്കേതിക വിദ്യ, ശാസ്ത്രം, ഗവേഷണം, നവീകരണം, പ്രവർത്തനക്ഷമത, സർഗാത്മകത എന്നിവയുടെ പിന്തുണയോടെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സഹായമാകുന്ന ഉൽപ്പന്നങ്ങളും പരിഹാരങ്ങളും മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇറങ്ങിയ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ ഇറങ്ങിയ ചില ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതിന് ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, വണ്ണം കുറയ്ക്കുന്ന പ്രൊഡക്റ്റ്. ഫാറ്റ് ലോസ് ആണ് നടക്കുന്നത്. ഫാറ്റ് ലോസ്. അപ്പൊ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാക്കാൻ 3 മാസം കൊണ്ട് 9 to 10 കിലോ ശരീരത്തിൽ ഭാരം കുറഞ്ഞാൽ നമ്മളൊരു ആരോഗ്യം ഒരു 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന കാണാൻ പറ്റും. പിന്നെ വണ്ണം കൊടുത്തില്ല. അപ്പൊ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വിദ്യ. എന്റെ 10 കിലോ ഞാൻ കുറച്ചു. ദെൻ ഫോറസ്റ്റ് നെക്ടർ, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വേറൊരു റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. പ്രീമിയം ക്വാളിറ്റി റേഞ്ചാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കോഫിയുടെ ഫേസ് വാഷ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ അത് ഉപയോഗിച്ചു വന്നിരിക്കുക. ദെൻ സോൾ ഷെഫ്, വീട്ടിലെ കിച്ചന്റെ സൊല്യൂഷനാണ് സോൾ ഷെഫ്. അത് നമുക്കൊരു ഭക്ഷണസാധനം സൂക്ഷിച്ചു വെച്ചിട്ട് അതിന്റെ ഏറ് മുഴുവൻ സക്ക് ചെയ്ത ശേഷം ഈ പാത്രത്തില് നമുക്ക് വേണമെങ്കിൽ 10 വർഷം വേണേ വെച്ചാൽ ചീത്താവില്ല. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നു. എന്താ പറയാ, സി മോദി കെയർ ബിസിനസിന്റെ പ്രയോജനങ്ങൾ: കുറഞ്ഞ ആരംഭ ചെലവ്. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ 18 വിഭാഗങ്ങളിലായി 470 ഉൽപ്പന്നങ്ങള്, 890 SKU. സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമുക്ക് 890 ഉണ്ട്. അപ്പൊ 890 പ്രൊഡക്റ്റിന്റെയും വിതരണാവകാശം കമ്പനി ഈ ഇരിക്കുന്ന എല്ലാവർക്കും തരിക. നമ്മൾ ഇരിക്കുന്ന 25 പേരുണ്ട്, 25 പേർക്കും തരിക. ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ആർക്കും ആദ്യം ഒന്നും ഉണ്ടാവുന്നില്ല, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ എടുക്കാൻ പറ്റും. അതിന്റെ കാര്യം പറഞ്ഞുതരാം. നിഷ്ക്രിയ വരുമാനം, പാസീവ് ഇൻകം എന്ന് പറയും. ഒരിക്കൽ ചെയ്ത പ്രവൃത്തിക്ക് ആജീവനാന്ത വരുമാനം തരിക. ഇതൊക്കെ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ഞാൻ സർവീസ് വർക്ക് ചെയ്യണു, ഞാൻ പെൻഷൻ പറ്റും, ഉണ്ടായിരുന്ന എത്ര സാലറി ഉണ്ടോ അതിന്റെ 4/1 ചുരുക്കി. അപ്പൊ നമുക്ക് ജീവിത ചെലവ് കൂടുകയാണ്, പക്ഷെ വരുമാനം കുറയാണ്. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ സാലറി നിങ്ങൾക്ക് ബിസിനസ് വേണ്ട
ഇനി ഞാൻ ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത ശേഷം വരുമാനം അയച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്യാം, വരുമാനം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ രണ്ട് എക്സാമ്പിൾ അത്. ഒന്ന് കണ്ണൂരിലുള്ള ഒരു ജേക്കബ് സാർ, അത് ഫാമിലിയായിട്ട് ഒരു യാത്രയുടെയൊക്കെ പെട്ടെന്ന് വണ്ടിക്ക് വെച്ചൊരു ആക്സിഡന്റ് ആയി, അച്ഛനും അമ്മയും മരിച്ചുപോയി, ജേക്കബ് സാറും വൈഫ് മരിച്ചുപോയി. കുട്ടി തെറിച്ച് വീണ് അവൻ രക്ഷപ്പെട്ടു. അവനിപ്പോ 20-21 വയസ്സായി. ഈ 20-21 വയസ്സ് വരെ അവന് അച്ഛനും അമ്മയും അന്ന് ചെയ്ത ബിസിനസിന്റെ ഇൻകം കൊണ്ടാണ് അവന് വിദ്യാഭ്യാസവും അവന് ജീവിച്ചവരും നൽകി അവനിന്ന് പ്രാപ്തനായി. അവനിപ്പോ ഇന്ന് മോദി കെയറിൽ ഭയങ്കര ജീവിതം ആസ്വദിക്കുക. 20 വയസ്സായപ്പോ അവന് സേഫായിട്ട് ആ വരുമാനം ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. ഇതേപോലെ കണ്ണൂരുള്ള ഒരു നിത ഫാത്തിമ എന്ന് പറഞ്ഞിട്ട്, ആ മാഡം അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയിട്ട് ഇപ്പൊ ഒരു 4 വർഷമായി. അപ്പോ ഹസ്ബൻഡ് മരിച്ചുപോയിട്ട് ഇത്രയും JB സാർ എന്ന് പറയും, JB സാർ മരിച്ചു ഇത്ര വർഷമായിട്ടും ഇപ്പോഴും ആ കുടുംബത്തിന് ഹസ്ബൻഡ് മരിക്കുമ്പോഴേക്കാളും കൂടുതൽ വരുമാനം ഇപ്പോൾ വാങ്ങിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ പഠിക്കേണ്ട വിഷയമാണിത്. അപ്പൊ അങ്ങനത്തെ അത് ഇങ്ങോട്ട് നിഷ്ക്രിയ വരുമാന സാധ്യത, ഇത് പഠിക്കേണ്ട വിഷയമുണ്ട്. ക്രമീകരിക്കാവുന്ന പ്രവർത്തനം, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം. ഇന്ന് 1 മണിക്കൂർ കൊടുക്കാൻ പറ്റുള്ളൂ, നാളെ സമയം ഇല്ല, വേണ്ട, കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടംപോലെ പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടോ എങ്ങനെ ചെയ്യാം. വ്യക്തിഗത വളർച്ചയും നൈപുണ്യ വികസനവും. ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, ഞാനൊരു ഓണ്ടർപ്രണർ ആകാൻ വേണ്ടി ഉള്ള മാറ്റങ്ങൾ ഇതിന്റെ ട്രെയിനിങ്ങുകളുണ്ട്. ഇമ്പാക്ട് പോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. എങ്ങനെ നല്ല പ്രസന്റർ ആകാൻ പറ്റും, എങ്ങനെ നമുക്ക് നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ പഠിപ്പിച്ചതിലൂടെ അവരെ നമുക്ക് പ്രൊഡക്ടിവിറ്റി മീറ്റും. നമുക്ക് 300 പോയിന്റ് വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുക. കാര്യം ഇത് കാണുമ്പോൾ അടുത്ത ട്രെൻഡാണ് ഈ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത്. അവർക്ക് വേണ്ടി പ്രത്യേക ട്രെയിനിങ്, കൂടാതെ ബിസിനസ് ഡയറക്ടർമാർക്ക് പ്രത്യേക ട്രെയിനിങ്, എല്ലാവർക്കും വേണ്ടി വേറെ ട്രെയിനിങ്. 8 മണിക്ക് DDMO, ഡെയിലി ഡിജിറ്റൽ മെത്തഡ് ഓഫ് ഓപ്പറേഷൻ, എല്ലാ ദിവസവും 8 മണിക്ക്. കൂടാതെ നമ്മുടെ ടീം ട്രെയിനിങ് എല്ലാ ദിവസവും 9 മണിക്കും രാവിലെ 6:30 മണിക്കും ഉണ്ട്. എന്താന്ന് ആലോചിക്ക്. ഇപ്പോഴും സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇന്ന് ചെയ്യുന്നത്. പരിധിയില്ലാത്ത വരുമാന സാധ്യത. അടുത്ത കാര്യം, നമുക്ക് എത്ര മണി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ടീമായിട്ട് നിങ്ങളുടെ ആക്റ്റീവായിട്ട് അപ്ലൈൻ്റെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ വരുമാനത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാര്യം ഇന്ന് കോടികൾ വരുമാനം, മോദിക്കരുടെ മാസം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ 100 കണക്കിന് കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ 10,000 ആൾക്കാരുടെ ലൈഫിലേക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ കമ്പനിക്ക് സാധിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ല. അറിവ് പരമാവധി കുറച്ച് മാറ്റത്തെ പുറത്ത്. ഇത് പബ്ലിസിറ്റി ഇല്ല, പരസ്യമൊന്നുമില്ല, പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് അറിയുന്ന ഇപ്പൊ ഈ മീറ്റിംഗ് വന്ന ആൾക്കാർക്ക് മാത്രമേ കുറിച്ച് അറിയുള്ളൂ. ഇവന്ററി മാനേജ്മെന്റ് വേണ്ട, നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം കടയോ ഓഫീസോ ഗോഡൌണോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് DP നടത്തണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. നിങ്ങളുടെ വീടിന്റെ ഒരു പോർഷനിൽ നിങ്ങൾക്ക് DP നടത്താം. ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് 70,000 മുടക്കൊണ്ട് നിങ്ങൾക്ക് DP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 20,000 കമ്പനി ഡെപ്പോസിറ്റ് ചെയ്യുക, 50,000 പ്രൊഡക്റ്റ് വാങ്ങിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യാം. ഞാനിത് മുടക്കാതെ തന്നെ എന്റെ ബിസിനസ്, എന്റെ 8 കോടിയുടെ ബിസിനസ് ഉണ്ട് കഴിഞ്ഞ 6 വർഷം കൊണ്ട്. ഇതാണ് ഈ ബിസിനസിന്റെ സാധ്യത, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറവും. ദെൻ കമ്മ്യൂണിറ്റിയും പിന്തുണയും. നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ ഓർഗനൈസേഷൻ കൂടെയുണ്ട്, ലീഡേഴ്സ് കൂടെയുണ്ട്, വിജയിച്ച ആൾക്കാർ നമ്മൾ കൂടെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിന്റെ കൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. ദെൻ നിങ്ങൾ മറ്റുള്ളവർ പോയി ചോദിച്ചാൽ അവർക്കൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. നമുക്ക് ചോദിക്കേണ്ടത് നമ്മൾ വിജയിച്ച ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി വേണം ബിസിനസ് ചെയ്യാൻ. അല്ലാത്ത വേറെ റോങ് വേയില് നിങ്ങളുടെ കൂട്ടുകാരനോ അച്ഛനോ അമ്മയോ നാട്ടുകാരോട് ചോദിച്ചതും ഒരിക്കലും ബിസിനസ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾ വിജയിക്കാൻ അവർ സമ്മതിക്കത്തില്ല. പക്ഷെ വിജയിച്ച ആൾക്കാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് എങ്ങനെ പോകണം, എങ്ങനെ പോകാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല എന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തന്ന് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും. അവസരം ഇവിടെയുണ്ട്, തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ഓരോ മാസവും സമ്പാദിക്കാൻ, എല്ലാ മാസവും നമുക്ക് നല്ല വരുമാനം ചെയ്യാൻ. നിങ്ങളുടെ ഷോപ്പ് മാറ്റി, നിങ്ങൾ ഇപ്പോൾ കട മാറ്റിയിട്ട് 3,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒരു മാസം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ 3,000 എന്നുള്ളത് 13,000 ആക്കാം, 12,000 ആക്കാം. അത് നിങ്ങളെ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ബിസിനസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു 4 ഓർഗനൈസേഷൻ, 4 ബ്രാഞ്ചുകൾ ഞാൻ പറയും, 4 പാർട്ട്നേഴ്സ് ഞാൻ പറയും. നിങ്ങളുടെ ഫ്രണ്ടോ റിലേറ്റീവോ സഹോദരനോ സഹോദരിയോ അച്ഛനോ അമ്മയോ ആരാണ് നിങ്ങളുടെ 4 പേര്, ആ 4 പാർട്ട്നേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസ്തരായിട്ടുള്ള 4 പേരെ അയക്കണം. അവരിലൂടെയാണ് ബിസിനസ് പോകാനുണ്ട്. ഇതാണ് ഈ ബിസിനസ്. അതിന് നമ്മൾ സ്പോൺസർ എന്ന് പറയും. നമ്മളെ ഒരു വ്യക്തിയെ എന്നെ ഒരാളെ വ്യക്തിയെ സ്പോൺസർ ചെയ്തു, അതുപോലെ എനിക്കും 4 പേരെ സ്പോൺസർ ചെയ്യാം. ഞാൻ അത് തന്നെ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും പ്രത്യേകം ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ പറയുന്നത് ദിസ് ഈസ് മോർ ദാൻ എ പ്ലാൻ. വെറുതെ പ്ലാൻ അല്ല പറയുന്നത്. ഇറ്റ് ഈസ് മൈ പ്രോമിസ് ടു ഫ്യൂൽ യുവർ ഗ്രോത്ത്. നിങ്ങളെ വളർച്ചയെ എങ്ങനെ ഫ്യൂൽ ചെയ്യണം എന്നുള്ള എന്റെ ഉത്തരവാദിത്വം, എന്റെ വ്യക്തിപരമായ എന്റെ വാഗ്ദാനമാണ്. അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് സ്റ്റാൻഡ് ബൈ യു. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഈ ഇരിക്കുന്ന എല്ലാവർക്കും വലിയ കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ ആരും അറിയുന്നില്ല.
ഞാൻ പറയും ഇനി ഒരു വീഡിയോ കിട്ടും നെപ്പോളിയൻ ബോണപ്പാർട്ടിന്. ആ വീഡിയോ എടുപ്പ് കുറെ കാര്യം മനസ്സിലാവും. എബ്രഹാമിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ കിട്ടും. ഇപ്പൊ കുറെ കാര്യം മനസ്സിലാവും. വിജയിച്ച ആൾക്കാരുമായിട്ട് നമ്മൾ അവരുടെ വീഡിയോ കാണുക, അവർ ബുക്ക് വായിക്കുക. യു ക്യാൻ ബി എന്നൊരു ബുക്കുണ്ട് ശിവകേരയുടെ, ആ ബുക്ക് വായിച്ചു നോക്കുക. അത്ഭുതപ്പെട്ടു. മാജിക് ഓഫ് തിങ്കിങ് ബിക്കുന്ന ബുക്കുണ്ട്. ഓ ദിസ് ഈസ് അമേസിങ്. ഇത് എന്റെ വീട്ടില് മൂഡ് മൈ ചീസ് വേറൊരു ബുക്കാണ്. ഇത് ഒരു ഡോക്ടർ സ്പെൻസർ ജോൺസൺ എഴുതിയ ബുക്കാണ്. ആ ബുക്ക് വായിച്ച് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം കാണേണ്ടത്, എങ്ങനെയാണ് അതിനെ കെട്ടിപ്പിടിക്കേണ്ടത് മുഴുവൻ പഠിപ്പിക്കുക. അപ്പോ അങ്ങനെ വിജയിച്ച ആൾക്കാരൊന്നും ചേർന്ന് പോകേണ്ട ആവശ്യം. ഇദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും സമ്പന്നമായ വ്യക്തിയാണ്. ഇന്ന് ഉത്തർപ്രദേശിലെ നമ്പർ 1 കോടീശ്വരൻ, 21,000 കോടി വിറ്റൊരു ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണ് ഈ കമ്പനിയുടെ ഓണർ എന്ന കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയാം. അത്രയും സക്സസ്ഫുൾ ആയ വിജയിച്ച വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. ടുഗദർ വി വിൽ ബിൽഡ് എ ഫ്യൂച്ചർ വെർ നത്തിങ് ഹോൾഡ്സ് യു ബാക്ക്. നമ്മൾ ഒന്നിച്ച് രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക്, നിങ്ങൾ ഓരോരുത്തരും ഉയർച്ച കൊണ്ട് പറയും, നിങ്ങൾ ഓരോരുത്തരും ഉയർന്നു കഴിഞ്ഞാൽ മാത്രമേ രാജ്യം സമ്പന്നമാകുള്ളൂ. അതിനുവേണ്ടി സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ തന്നേക്കുക. ഇൻസ്പയർഡ് ബൈ വിഷൻ, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഡ്രിവൺ ബൈ യു, നമ്മളാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇപ്പൊ രാജ്യത്തിന്റെ ആസാദി ഫോർ എവറി ഇന്ത്യൻ, ഓരോ ഇന്ത്യക്കാർക്കും ആസാദി കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ് ടു അതിനുവേണ്ടി 72% പേ ഔട്ട് ഉണ്ട്. വരുമാനം 72% ബിസിനസ് പോളിസിന്റെ അൾട്ടിമേറ്റ് കോമ്പൻസേഷൻ പ്ലാൻ. നമുക്ക് വർക്ക് ചെയ്യുന്നവർക്ക് കൈ നിറയെ പൈസയും, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. 4 ഓർഗനൈസേഷൻ മതി. നമുക്ക് ഒരു 4 ഓർഗനൈസേഷനോട് നമുക്ക് വലിയൊരു ഗ്രോത്തിലേക്ക് പോകാൻ പറ്റും. ഇതിന് എല്ലാ റാങ്കുകളും നേടാൻ പറ്റും. ഇൻസെന്റീവ്സ് ഓരോ ടൈറ്റിലും ഓരോ ടൈറ്റിലും ഓരോ റാങ്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഓരോ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. ഏൺ ഫ്രം ഇൻഫിനിറ്റ് ഡെപ്ത്. നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് താഴത്തെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ട് പോകുന്നു, അത്രയും പെട്ടെന്ന് വളരാൻ സാധിക്കും. ഇൻസ്റ്റന്റ് റിവാർഡ്സ് നാം മന്ത്ലി, എല്ലാ വരുമാനവും മന്ത്ലി തരിക. മോസ്റ്റ് റിവാർഡിംഗ് ലോയൽറ്റി പ്രോഗ്രാം. രസം അതാണ് രസം. 6 മാസം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. 25-ാം തീയതിക്കുള്ളിൽ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചെങ്കിൽ 7ാമത്തെ മാസം 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ തരും. അതാ ലോയൽറ്റി. 12 മാസം കഴിഞ്ഞാൽ 3 മാസം പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 1 മാസം പ്രൊഡക്റ്റ് എത്രയോ ആവറേജ് 10,000 ഉണ്ടെങ്കിൽ 10,000 കിട്ടും. മാക്സിമം അത്ര തരുള്ളൂ. മാക്സിമം എത്ര അറിയോ? ഒരു 12 മാസം കഴിയുമ്പോൾ നമുക്ക് 30,000 രൂപ പ്രൊഡക്റ്റ് ഒരു വർഷം മുഴുവൻ കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ദിസ് ഈസ് അമേസിങ്. ഞങ്ങൾക്ക് സമയത്ത് അത് 24,000 ഇപ്പൊ 30,000 ആക്കി. ദിസ് പ്ലാൻ ഈസ് നൗ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് റിവാർഡിംഗ് പ്ലാൻ ഇൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിലെ ഇന്ന് ഇന്ത്യയിലെ ആദ്യ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന പ്ലാനുമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ദെൻ 1-ാം ഘട്ടം നോക്കുക. നമ്മൾ ഉപയോഗിക്കുക, പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നമ്മൾ കിട്ടിയ എക്സ്പീരിയൻസ് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. യൂസ് ആൻഡ് ഷെയർ, ദാറ്റ്സ് ഓൾ. വേറെ ഒന്നുമില്ല അതിൽ. കൊണ്ടെടുത്ത് വിൽക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് വലിയ വരുമാനം ഉണ്ടാക്കി സാധിക്കില്ല. ഇവിടെ റിറ്റെയിൽ ലാഭം നോക്കി, അത് ചെയ്യുന്നതിലൂടെ നമുക്ക് 33% ലാഭം ലഭിക്കും. പ്ലസ് ലോയൽറ്റി പ്രോഗ്രാം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ 12 മാസം കൊണ്ട് നമുക്ക് വരുമാനം നമുക്ക് പുറത്ത് തിരിച്ചു കിട്ടുന്നു ഉണ്ടാവും. റീപർച്ചേസ് പ്രോഗ്രാം, എല്ലാ മാസം 15-ാം തീയതി റീപർച്ചേസ് പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് വാങ്ങിക്കുമ്പോൾ 10% പ്രൊഡക്റ്റ് എക്സ്ട്രാ ലഭിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ രസകരമായ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് 1-ാം ഘട്ടം കഴിഞ്ഞു. 2-ാം ഘട്ടം നോക്കുക. ആ 1-ാം ഘട്ടത്തിന്റെ പ്രത്യേകം നോക്കുക. ഉപയോഗിക്കുക, പങ്കെടുക്കുക, യൂസ് ആൻഡ് ഷെയർ. അപ്പോഴും 33% ലാഭമുണ്ട്. നിങ്ങൾ 1000 രൂപയ്ക്ക് DP വിലയില് മോദിക്ക് ഉൽപ്പന്നം വാങ്ങാം. അവയുടെ യഥാർത്ഥ വില 1330 രൂപ ഉണ്ടോ. അത് അവർക്ക് നിങ്ങൾക്ക് ആ വിലക്ക് കൊടുക്കാൻ സാധിച്ചാല് 33% മാർക്കപ്പ് വർധനയോടെ റീറ്റെയിൽ വ്യാപാരം നിങ്ങൾക്ക് 330 രൂപ ലഭിക്കും. ഉണ്ടോ. ഏറ്റവും ബേസിക് അതാണ്. ഞാനും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 8-10 കസ്റ്റമേഴ്സ് ആകെ ഉള്ളൂ ഈ 6 വർഷം കൊണ്ട്. അവരോട് എന്റെ ബിസിനസ് ഹെൽപ്പ് ചെയ്യണം. അവര് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ് ഇൻട്രസ്റ്റ് അവർ ബിസിനസ് എൻട്രിങ് ആക്കാനുണ്ട്. അപ്പോഴും എനിക്ക് 8-10 കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. ഞാനിത് പരമാവധി ഓരോ ദിവസവും ഞാൻ കണ്ടുമുട്ടുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളോടും സ്ട്രേഞ്ചേഴ്സിനോടും ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിക്കും. ജസ്റ്റ് ആധാർ കാർഡിന്റെ കോപ്പി മാത്രം മതി സ്റ്റാർട്ട് ചെയ്യാം. പ്രൊഡക്റ്റ് മാത്രം വാങ്ങാൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫേർഡ് കസ്റ്റമർ ആകാം. അങ്ങനെയുണ്ട് ഓപ്ഷൻ, അങ്ങനെയുണ്ട്. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് കസ്റ്റമർ ഇടണമെങ്കിൽ നിങ്ങൾക്ക് MRP ഞാൻ സാധനം തരാം, കസ്റ്റമർ ഇരിക്കാം. അപ്പൊ പ്രിഫേർഡ് കസ്റ്റമർ എന്താ പ്രത്യേകത? അവർക്കാണെങ്കിൽ അവർക്ക് ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും വേണ്ട. അവർക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അവർക്ക് ഫസ്റ്റ് പർച്ചേസ് ഓഫറും ലോയൽറ്റി ഓഫറും എല്ലാം ലഭിക്കും. ആ കാര്യം എൻജോയ് ചെയ്യാം. വരുമാനം ലഭിക്കില്ല, കൂടുതൽ ഫ്രാഞ്ചൈസികൾ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് പ്രിഫേർഡ് കസ്റ്റമർ. തീർച്ചയായിട്ടും എന്റെ ഇപ്പൊ ഒരു 5-6 പ്രിഫേർഡ് കസ്റ്റമർ എനിക്ക് വന്നു കഴിഞ്ഞു. ഇതൊക്കെ കാണിക്കുന്നത് ഒരു വർഷം 30,000 വരെ സൗജന്യ ഉൽപ്പന്നം നേടാൻ ലോയൽറ്റി പ്രോഗ്രാം നിങ്ങൾ സഹായിക്കുന്നു. ഉണ്ടാവും. കുറഞ്ഞത് 1,200 രൂപയുടെ ഉൽപ്പന്നങ്ങൾ DP വിലയിൽ ലഭിക്കുന്നു. തുടർച്ചയായ 6 മാസത്തേക്ക് നിങ്ങൾ 6 മാസം ശരാശരി മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ മാക്സിമം 10,000 വരെ നിങ്ങൾക്ക് ലഭിക്കാം. തുടർച്ചയായ 12 മാസം കൊണ്ട്
പരമാവധി നിങ്ങൾക്ക് 10,000 രൂപ എടുക്കാം, 30,000 രൂപയുടെ പ്രൊഡക്റ്റ് ലഭിക്കും. ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലോയൽറ്റി പർച്ചേസിന്റെ 1,800 തൊട്ട് 2,499 രൂപയാണ് 80% ലോയൽറ്റി കിട്ടുള്ളൂ ഉണ്ടാവും. അപ്പൊ 1,800 തുടങ്ങി നടത്താം. അത് ചെയ്താൽ നിങ്ങൾക്ക് അബദ്ധമാണ്. കാരണം നിങ്ങൾക്ക് നിസ്സാരം ഓടിയിട്ടുള്ളൂ. 2,499 വരെ 80% ലോയൽറ്റി കിട്ടുള്ളൂ. അത് 2,500 നിങ്ങൾക്ക് 100% ലോയൽറ്റി കിട്ടും. ഇനി അടുത്ത പോയി നോക്കാം. ന്യൂ ജോയിനി പ്രോഗ്രാം. ബിസിനസ്സിന് എൻട്രി ചെയ്ത വ്യക്തികൾക്ക് ആ മാസത്തിന്റെ അവസാനം വരെ ഇത് പറയും 1,000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 200 രൂപ പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ടോ. 2,000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 250 350 എടുക്കുന്ന പ്രൊഡക്റ്റ് ഫ്രീ. റീപർച്ചേസ് പ്രോഗ്രാം ഫ്രീ പ്രൊഡക്റ്റ് ഓഫറാണത്. ഇത് 15-ാം തീയതി വരെ ഉള്ളൂ എല്ലാ മാസം. സാധാരണയിൽ പുതിയതായിട്ട് ഈ മാസം ജോയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ മാസം 30 രൂപ കിട്ടും. അല്ലെങ്കിൽ അവർക്ക് എല്ലാ മാസം അടുത്ത മാസം തൊട്ട് 15-ാം തീയതി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ ന്യൂ ജോയിനി പ്രോഗ്രാം അല്ലെങ്കിൽ റീപർച്ചേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 3,000 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 430-നും 550 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 5,000 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 700-നും 900 പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. ഇങ്ങനെ മാക്സിമം 11,000 രൂപയോടുള്ള പർച്ചേസിന് ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കും. മാക്സിമം 11,000 വരെ ഒരു മാസം. അതാണ് റീപർച്ചേസ് പ്രോഗ്രാം പ്രത്യേകത. ഇനി നമുക്ക് നോക്കാം രണ്ടാം ഘട്ടം. 4 അഡ്വൈസർമാരെ സ്പോൺസർമാരെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പവർ ഓഫ് 4 എന്ന് പറയും. ഇത് കമ്പനിയുടെ ഏറ്റവും ബേസിക് പ്ലാനാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ വരുന്നു, നമ്മൾ 4 ഫ്രാഞ്ചൈസികളെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ 4 ഫ്രാഞ്ചൈസികൾക്കും ബിസിനസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എങ്ങനെ കൊടുക്കും? അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കണം, എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം, എങ്ങനെ അവർക്ക് പ്ലാൻ കാണിച്ചു കൊടുക്കണം, എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, കൃത്യമായ ഇൻസ്ട്രക്ഷൻസ്. ഈ 4 ബേസിക്സ് എന്ന് പറയും. ഈ 4 ബേസിക്സ് നമ്മൾ ടീമിലെ എല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്തോണം ബിസിനസ് ചെയ്യാനുണ്ട്. 4 ബേസിക്കുകളുടെ തത്വങ്ങളാണ്, പ്രിൻസിപ്പിൾസ്. അതൊരിക്കലും മാറില്ല. എന്നും അതിനെ ചെയ്യണം. അതിലൂടെ നിങ്ങൾ 4 അഡ്വൈസർമാരെ നിങ്ങൾ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യണം. അവര് ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ അത് വരുമാനത്തിൽ ഗണ്യമായ മാറ്റം വരും. ജസ്റ്റ് പവർ ഓഫ് 50 പോയിന്റ് വാല്യൂ, അത് 3,000 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു 1,000 റുപ്പീസ് എടുത്ത് നമുക്ക് ഇൻകം കമ്പനി എക്സ്ട്രാ തരിക, 2 ഷെയർ കിട്ടും. ഇതിന്റെ മൂന്നാം ഘട്ടത്തില് പവർ ഓഫ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്ടർ ആകാം ഉണ്ടാവും. ഈ 4 ഗ്രൂപ്പിലോട്ട് ഡയറക്ടർ ആകുമ്പോൾ നിങ്ങളുടെ ഇൻകം 5,000 മേളിലേക്ക് പ്രവേശിക്കാൻ 1,100 ഗ്രൂപ്പ് പേഴ്സണൽ വോളിയമാണ് വേണ്ടത്. നമ്മൾ പേഴ്സണൽ PV 50 PV ചെയ്താലും നമുക്ക് വരുമാനം ലഭിക്കും. അങ്ങനെ 5,161 PV എത്തി ഈ കാണിച്ചിരുന്ന പോലെ വരുമാനത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇപ്പൊ ഗ്രൂപ്പ് നിങ്ങളുടെ ഫ്രാഞ്ചൈസി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇനി 4ാം ഘട്ടം നോക്കുക. ഈ നമ്മൾ ഡയറക്ടർ ആയ പോലെ തന്നെ നമ്മൾ 4 ഗ്രൂപ്പിനും ഡയറക്ടർ ആക്കാൻ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തു. കൃത്യമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അവർക്കും എയ്ക്കും ബിക്കും സിക്കും ഡിക്കും ഡയറക്ടർ ആകാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് കൊടുത്തു. അവരുടെ DDMO പ്രോഗ്രാം പങ്കെടുപ്പിച്ചു. അവരുടെ വീട്ടില് ഹോം പാർട്ടി നടത്തി. ഈ 4 പേര് വീട്ടിൽ ഹോം പാർട്ടി നടത്തി. 2 or 3 മീറ്റിംഗ് കഴിയുമ്പോൾ അവർ താഴെ നല്ലൊരു ടീം ഫോം ചെയ്തു. അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു പർച്ചേസിങ് ടീമിന്റെ അല്ലെങ്കിൽ ലോയൽറ്റി ടീമിന്റെ ഗ്രൂപ്പായിട്ട് മാറി. അപ്പൊ നിങ്ങളുടെ ഇൻകം 15,800 പ്രവേശിച്ചു. പ്ലാറ്റിനം. കഴിഞ്ഞ മാസം നമ്മുടെ തൊട്ടടുത്ത ടീമില് പ്ലാറ്റിനമായ വ്യക്തി കിട്ടിയത് 42,000 രൂപ. ലേഡിയാണ്. അവരൊരു സ്ഥാപനത്തിലെ എംപ്ലോയി ആയിരുന്നു. അവിടെ അവർക്ക് കിട്ടിയിരുന്ന 15,000 രൂപയായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. അവര് ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. വരുമാനം കൂടുതൽ കിട്ടുമ്പോൾ ഒരു 5,000 രൂപ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പാർട്ട് ചെയ്തു. അവർക്ക് 40,000 കിട്ടിയപ്പോൾ അവർ ജോലി അവർ റിസൈൻ ചെയ്തു. ഫുൾ ടൈം ആയിട്ട് മോദിഗിരി ചെയ്യാം. കാരണം വരുമാനം ഈ പറയുന്ന കാര്യം 100% നമുക്ക് ഗ്യാരണ്ടി. ഏറ്റവും ചുരുങ്ങിയ വരുമാനം 15,800 ഒരു പ്ലാറ്റിനം ഡയറക്ട് ലെവലിൽ കിട്ടിയതോ അതിന്റെ 3 ഇരട്ടി. 5ാം ഘട്ടത്തില് ഇതേ കാര്യം ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൂപ്പിലെ നിങ്ങൾ പ്ലാറ്റിനം ആയ പോലെ തന്നെ ഈ എയുടെ ഗ്രൂപ്പിലെയും 4 പേരെ ഡയറക്ടറാക്കി, ബിയുടെ ഗ്രൂപ്പിലും 4 ഡയറക്ടറാക്കി പ്ലാറ്റിനമായി. ആ 4 ഗ്രൂപ്പ് പ്ലാറ്റിനം ആക്കുമ്പോൾ നിങ്ങളുടെ ഇൻകം 1 to 5 lakhs വരെ വരുമാനം ലഭിക്കുന്ന അവസ്ഥയും. ഈ അവസ്ഥയൊക്കെ പറയുന്ന ഈ പൊസിഷൻ പറയുന്ന പേര് ഡബിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ എന്നാണ്. സോ ഇതിന്റെ ബിസിനസിന്റെ ബ്യൂട്ടിയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ വീക്കിലി ബോണസ് പൂൾ ലഭിക്കുന്നതോടെ നമുക്ക് വെഹിക്കിൾ ബോണസ് കിട്ടും. ഉണ്ടോ? ബൈക്ക് വാങ്ങിക്കാനുള്ള ബോണസ് അത് കിട്ടും. അതൊരു 2,500 രൂപ വരെ മന്ത്ലി അത് മാത്രം കിട്ടും. ഡയറക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് 3 ബോണസ് ഉണ്ട്. ഒന്ന് ഡയറക്ടർ ബോണസ്, ഒന്ന് വെഹിക്കിൾ ബോണസ്, 3 ട്രാവൽ ബോണസ്, നാഷണൽ ട്രാവൽ ബോണസ്. അപ്പോൾ നാഷണൽ ട്രാവൽ ബോണസ് ഒരു 5,000 വരെ മാക്സിമം ലഭിക്കും. അപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും നല്ല ലൊക്കേഷനിൽ പോകുന്നുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ 2 മാസം നമ്മള് കൊടൈക്കനാലിൽ പോയിട്ട് വന്നു. ഇനി അടുത്ത ട്രിപ്പ് വന്ന് ബാംഗ്ലൂർക്ക്, അടുത്ത ഫെബ്രുവരിയിൽ ബാംഗ്ലൂർക്ക് പോവാണ്. അതിന് ലീപ്പ് എന്ന് പറയും, LEAP ലീപ് പ്രോഗ്രാം എന്ന് പറയും. ആ ഫണ്ട് കമ്പനിയെ തരുന്നു. അടുത്ത വേൾഡ് ടൂർ ഫണ്ട് നമ്മൾ 2 ഗ്രൂപ്പിനെ ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്
എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നാണ്. ആ സമയത്ത് കമ്പനി നമുക്ക് വിദേശ യാത്ര ചെയ്യുന്നുണ്ട്. ഇനി പോകുന്ന വിദേശ യാത്ര മലേഷ്യക്കാണ്. അടുത്ത് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ഗ്രൂപ്പിനകത്ത് ഏതായാലും 12 പേര് വിദേശ യാത്ര ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ നല്ല ക്ലാപ്പ്, അവർക്കെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഓക്കെ, ലക്ഷറി കാർപൂൾ നമുക്ക് 5ഓളം പേര് നമ്മുടെ ടീമിനകത്ത് കാർപൂള്. ഇപ്പൊ ഞാൻ ഈ കാർപൂളിലാണ് ഇത് വാങ്ങിക്കുന്നത്, ലക്ഷറി കാർപൂൾ SCD എന്ന് പറയും. 3 ഓർഗനൈസേഷൻ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് ഈ കാർ ഫണ്ട് ലഭിക്കുന്നു. ഡ്രീം ഹൗസ് ബോണസ് പൂൾ, അത് വീട് വെക്കാനുള്ള ഫണ്ട്. വീട് വെക്കാനുള്ള ഫണ്ട് നമുക്ക് ഒരു മാസം 50,000 ലഭിക്കും. കാർ വാങ്ങിക്കാനുള്ള ഫണ്ട് നമുക്ക് ഒരു മാസം 40,000 വെച്ച് എക്സ്ട്രാ ലഭിക്കും. ഇപ്പൊ കാർ വാങ്ങിച്ച് ഇതിന്റെ ഇതുകൊണ്ട് തന്നെ കാർ വാങ്ങിച്ച് നമുക്ക് അവിടുന്ന് ഇൻവോയ്സ്, കാറിന്റെ ഷോറൂമിൽ ഇൻവോയ്സ് വാങ്ങിക്കുക, കമ്പനിക്ക് അയച്ചു കൊടുക്കുക. കമ്പനി ആ ഫണ്ട് നേരെ ആ കാർ കമ്പനിക്ക് അയച്ചു കൊടുക്കും. നമുക്ക് അവിടെ പോയി കാർ റിലീസ് ചെയ്ത് പോരാൻ പറ്റും. അത്ര സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊക്കെ. ഇപ്പൊ നമ്മുടെ ടീമിൽ തന്നെ 5ഓളം പേര് കാറ് പൂള് അച്ചീവ് ചെയ്തു. എന്നെ കൂടാതെ വേറെ എന്റെ പ്രിയപ്പെട്ട ഞാൻ സ്പോൺസർ ചെയ്ത് ട്രിവാൻഡ്രത്തുള്ള മഞ്ജു സുരേഷ് ഓൾറെഡി കാറ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അത് 17 ലക്ഷത്തിന്റെ കാറാണ് വാങ്ങിച്ചത്. സോ താങ്ക് ഗോഡ്. കാര്യം അത്രയും എല്ലാവരും കാർ അച്ചീവറായ എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മിസ്റ്റർ വേണുഗോപാൽ KR കഴിഞ്ഞ മാസം ക്വാളിഫൈ ചെയ്തു. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ അജി ക്വാളിഫൈ ചെയ്തു. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രേണുക സായി ക്വാളിഫൈ ചെയ്തു. സോ ഇവർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് സമ്മറി. നോക്കുക, പ്രോഗ്രസീവ് ബോണസ് PB എന്ന് പറയും. ആ PB നമുക്ക് ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഓരോ റാങ്കിലും നിങ്ങൾക്ക് എല്ലാ റാങ്കിലും കിട്ടുന്ന PB. പവർ ഓഫ് 4 കിട്ടുന്നത് ഡയറക്ടർ റാങ്കിൽ മാത്രമേ ഉള്ളൂ. ഡയറക്ടർ റാങ്കിൽ തൊട്ട് മുമ്പാണ്. ഡയറക്ടർ ആയ പിന്നെ പവർ 4 ലഭിക്കില്ല. ഡയറക്ടർ ബോണസ് ലഭിക്കുന്നത് എല്ലാ റാങ്കിലും കിട്ടും. ഡയറക്ടർ തൊട്ട് എല്ലാ റാങ്കിലും ഡയറക്ടർ ബോണസ് ലഭിക്കും. വെഹിക്കിൾ ബോണസ് ഡയറക്ടർക്ക് മാത്രമേ ഉള്ളൂ. നാഷണൽ ട്രാവൽ ഫണ്ട് ഡയറക്ടർക്കും സീനിയർക്കും മാത്രമേ ഉള്ളൂ. മെന്ററിംഗ്ഷിപ്പ് ബോണസ്, ഒരു 20,000 വലിയ വരുമാനം കിട്ടുന്നവരാണ് മെന്റർഷിപ്പ് ബോണസ്. ഇത് സീനിയർ ഡയറക്ടർ തൊട്ട് എല്ലാവർക്കും ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് വരെ കിട്ടുന്നുണ്ട്. ഉണ്ടാവും. ഇത് പഠിക്കേണ്ട വലിയ രസകരമായ കാര്യമാണ്. ഇതിന്റെ ഹയർ റാങ്കാണ് ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട്. ഇപ്പോ നമ്മൾ പഠിക്കേണ്ട കാര്യം, വേൾഡ് ട്രാവൽ ഫണ്ട് കിട്ടുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ തൊട്ട് എല്ലാവർക്കും ആ വേൾഡ് ട്രാവൽ ഫണ്ട് ലഭിക്കും. ED തൊട്ട്. കാർ ഫണ്ട് ലഭിക്കുന്നത് SCD തൊട്ട് ഇറങ്ങും കാർ ഫണ്ട് ലഭിക്കും. ഡ്രീം ഫണ്ട് വരുന്നത് പ്ലാറ്റിനം തൊട്ട് ഇറങ്ങും ഡ്രീം ഫണ്ട് ലഭിക്കും. പിന്നെ റെഡ് ഡയമണ്ട് ബോണസും ബ്ലൂ ഡയമണ്ട് ബോണസും ആണ്. ഇത് റെഡ് ഡയമണ്ട് ബ്ലൂ ഡയമണ്ട് മാത്രമല്ല 12 തരം വരുമാനമാണ് കമ്പനി നമുക്ക് തരുന്നത്. ഇതാണ് ബേസിക് കാര്യങ്ങൾ. ട്രെയിനിങ് സപ്പോർട്ട് നമുക്ക് യൂട്യൂബിൽ കയറി നമുക്ക് സെർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ബിസിനസ്സിൽ വന്നേക്കണ മുഴുവൻ വിജയിച്ച ആൾക്കാരെ കുറിച്ചും പഠനത്തെ കുറിച്ചും എല്ലാം പഠിക്കാൻ പറ്റിയ അവസരം. ഈ അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിജയിച്ചവരെ കുറിച്ച് മാത്രം പഠിക്കുക. ഓൺലൈൻ പഠനം എവിടെ നിന്ന് എപ്പോഴും ലഭിക്കും. അത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ഉൽപ്പന്നങ്ങളെ കുറിച്ചും പ്ലാനിനെ കുറിച്ചുമുള്ള പരിശീലനം അത് നേടിയെടുക്കണം. ഇപ്പോഴും അറിയാണ്ട് നടക്കുന്ന പരിശീലനമാണ്. ഈ ഉൽപ്പന്നങ്ങൾ ഇത്ര സിമ്പിൾ ആണെന്നും ഈ പ്ലാൻ ഇത്ര സിമ്പിൾ ആണെന്നും മനസ്സിലാക്കാൻ പറ്റിയ അവസരം കൂടിയാണ്. സർട്ടിഫിക്കേഷൻ, നമുക്ക് സർട്ടിഫിക്കേഷൻ അടക്കം ഓരോ ഇവന്റുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അതിലൂടെ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഇത് ടൂൾസ്, കമ്പനിക്ക് തന്നിരിക്കുന്ന നിരവധി ടൂൾസ് ഉണ്ട്. ഇത് എല്ലാവരുടെ കൈവശം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ ബേസിക്കലി സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിലെ ആൾക്കാർക്ക് കൊടുക്കുന്ന എല്ലാ വിവരവും QR കോഡ് അടക്കം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബോഡിയെ കുറിച്ച് അറിയാനും ഈ പ്രൊഡക്റ്റ് എങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ഇത്രമാത്രം വർക്ക് ചെയ്യണം മനസ്സിലാക്കാനും എല്ലാ അറിവുകളും ലഭിക്കുന്നുണ്ട്. വിജയിച്ച ആൾക്കാരെ കുറിച്ച് അറിയാനും ഈ ടൂൾസ് സഹായിക്കും. സ്വയം ഉത്തരം നൽകുക. മോദിക്കർ അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇത്ര നല്ല കമ്പനി, പ്രൊഫൈലുള്ള കമ്പനി, കഴിഞ്ഞ 29 വർഷത്തോടെ ഇന്ത്യയിൽ സക്സസ്ഫുൾ നടക്കുന്ന ഒരു കമ്പനി. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുന്നത്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുന്നത്? ഒരൊറ്റ ചുവടുവെപ്പിൽ നിന്നാണ് 1000 മൈൽ യാത്ര ആരംഭിക്കുന്നത്. ആ ആദ്യത്തെ ചുവടുവെപ്പ് ഉടനെ വയ്ക്കും. മോദിക്കർക്ക് സ്വാഗതം. ഇന്ന് ഈ പ്രസന്റേഷന് ഈ സമയം വരെ ഈ പ്രസന്റേഷന് വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഈ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ മാറ്റത്തിന്റെ ദിവസമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് യാത്ര ആരംഭിക്കാം. നമ്മൾ ഒന്നിച്ച് യാത്ര ആരംഭിക്കാം. നിങ്ങൾ എല്ലാവരെയും ഈ വലിയ കുടുംബത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. സീ യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.